നമസ്കാരം, ഞാൻ സിജു രാജൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഫി ബ്രാൻഡ് ഏതാണ്? നമുക്ക് ധാരാളം ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഫി ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു കോഫി ബ്രാൻഡിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ബ്രാൻഡുകൾ ഏതായിരിക്കും? ഒന്ന് ബ്രൂ ആയിരിക്കും, അല്ലേ, ബ്രൂ കോഫി. മറ്റൊന്ന് നെസ്കഫേ. റൈറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെസ്കഫേ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചിട്ടാണ്. ഒരുപക്ഷെ വെറും ഒരു കോഫി ബ്രാൻഡ് എങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ ഇത്രത്തോളം ഇടം നേടി എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ നെസ്കഫേ ബ്രാൻഡിനെ കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപാരമായിരുന്നു. വെറും ഒരു കോഫി ബ്രാൻഡ് എന്ന് പറയുന്ന ലെവലിൽ മാത്രമല്ല അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത്യുഗ്രമായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. ഈ നെസ്കഫേ എന്ന് പറയുന്ന കോഫി ബ്രാൻഡ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 1938 സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ബ്രസീലിൽ ഉണ്ടായിട്ടുള്ള എക്സസ് പ്രൊഡക്ഷൻ, ഈ കോഫിയുടെ പ്രൊഡക്ഷൻ സോൾവ് ചെയ്യാനായിട്ടായിരുന്നു ശരിക്കും നെസ്കഫേ സ്വിറ്റ്സർലാൻഡിൽ 1938 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ നെസ്കഫേ വന്നതോടുകൂടി, അതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചതോടുകൂടി അവരുടെ പ്രോഡക്റ്റ് ലൈൻ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പ്രധാനമായിട്ടും കുറേ വെറൈറ്റീസ്, അതായത് കോഫി ബീൻസ്, റെഡി ടു ഡ്രിങ്ക് കോഫി, ഒപ്പം തന്നെ മിൽക്ക് കോഫി, ഇത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കോഫി വേരിയൻസ് അവർ റിലീസ് ചെയ്യാനായിട്ട്, ലോഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. 1963 നെസ്കഫേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ടേക്ക് വെച്ച ഒരു തീം, അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ മാഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരിലേക്ക് ഇറങ്ങിയത്. അത്തരത്തിൽ നെസ്കഫേ 5 സെക്കൻഡ് കൊണ്ട് ഒരു കോഫി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഒരു തീമിലായിരുന്നു അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവർ ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഒന്ന് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, മറ്റൊന്ന് സൗത്ത്. അപ്പോൾ ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ ഇവർ ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റ് നെസ്കഫേ ക്ലാസിക് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു കാറ്റഗറി ആയിരുന്നു, നെസ്കഫേ ക്ലാസിക്. ആൻഡ് സദേൺ പാർട്ടിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നെസ്കഫേ സൺറൈസ് ആയിരുന്നു. നെസ്കഫേ സൺറൈസ്, കാരണം നമുക്ക് എല്ലാവർക്കും പണ്ട് മുതലേ അറിയാവുന്ന ഒരു പേരാണല്ലോ സൺറൈസ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇനി ഈ നെസ്കഫേയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഒരു കോഫി ബ്രാൻഡ് അല്ലെങ്കിൽ കോഫിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ ഓരോ കാലഘട്ടത്തിലും ഓരോ തീം വെച്ചിട്ടായിരുന്നു അവരുടെ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 1990കളിൽ അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ടേസ്റ്റ് ദാറ്റ് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ് ഔട്ട്. അതായത് എനർജറ്റിക് സ്റ്റാർട്ട് ടു ദ ഡേ. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. ആ ഒരു തീമിലായിരുന്നു അവരുടെ പരസ്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. ദെൻ 2010-2013 കാലഘട്ടത്തിൽ സ്വിച്ച് ഓൺ ടു ബെസ്റ്റ് ഇൻ യു എന്ന് പറയുന്നത്, അതായത് മേക്കിംഗ് കണക്ഷൻസ്, മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, അയൽവാസികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, അത്തരത്തിൽ റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ആ ഒരു തീം വെച്ചിട്ടായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് എഫേർട്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. 2014-16 ആയ സമയത്ത് ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് നെസ്കഫേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് ഓഫ് റിസോൾവ് ഇൻ ഡെയിലി സ്ട്രഗിൾ. നിരന്തരമായിട്ട് ആൾക്കാർ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അതായത് വർക്ക് സ്ട്രെസ് ആയിക്കോട്ടെ, ഓവർ ഡ്യൂട്ടി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനായിട്ട്, ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കഴിക്കുന്ന ഒരു ഡ്രിങ്ക്, ആ ലെവലിലായിരുന്നു അവർ പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കംപ്ലീറ്റ് തീം ഈ കാലഘട്ടത്തിൽ അതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രഗിൾസിനെ മാറ്റുന്ന ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട്. 2017-19 ആയ സമയത്ത് അവരുടെ തീം അവർ മാറ്റുകയുണ്ടായി. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് നെസ്കഫേ എന്ന് പറയുന്ന ക്യാപ്ഷനിൽ എനർജി ബൂസ്റ്റ് ഫോർ ഫാസ്റ്റ് ഫേസ്ഡ് ലൈഫ്, അതായത് വളരെ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജോലിയും വീട്ടുകാര്യങ്ങളും എല്ലാമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഡ്രിങ്ക് ആയിട്ട്, ആ ലെവലിലായിരുന്നു അവരിതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ തീംസിലായിരുന്നു അവരുടെ അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. 2020-21 ആയ സമയത്ത് ലോക്ക്ഡൗൺ സമയമാണ്. ആ സമയത്ത് അവരുടെ തീം എഗെയിൻ അവർ ചേഞ്ച് ചെയ്യുകയുണ്ടായി. ഇറ്റ് ഓൾ റീസ്റ്റാർട്ട്സ് വിത്ത് നെസ്കഫേ. അതായത് ലോക്ക്ഡൗണിൽ നിന്ന് മാറി പതിയെ ഒരു നോർമൽ ലൈഫിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നെസ്കഫേ കൊണ്ട് നിങ്ങൾ മൂവ് ചെയ്യൂ, റീസ്റ്റാർട്ട് വിത്ത് നെസ്കഫേ എന്ന് പറയുന്ന ആ ഒരു തീമിൽ, അതായത് ഗെറ്റ് സ്റ്റാർട്ടഡ് അഗെയിൻ ആഫ്റ്റർ ലോക്ക്ഡൗണിന് ശേഷം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോഫി കുടിച്ചുകൊണ്ട്, നെസ്കഫേ കുടിച്ചുകൊണ്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു തീമായിരുന്നു. അപ്പം 1990 മുതൽ ഈ 2021-2022 കാലഘട്ടം വരെ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5ഓളം തീമുകളിലാണ് അവരുടെ മാർക്കറ്റിംഗ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 2010 മുതൽ 2021 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 തീംസ്, അതായത് 90 മുതൽ 2010 വരെ ഏകദേശം ഒരു തീമായിരുന്നു അവർ ഫോക്കസ് ചെയ്തതെങ്കിൽ 2010 മുതൽ അവർ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള തീം ബേസ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസും തീം ബേസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സും അവർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നെസ്കഫേയുടെ ഒരു മാർക്കറ്റിംഗ് രീതി എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് നോക്കാം.
2014 കോമ്പറ്റീഷൻ വലിയ രീതിയിൽ വർദ്ധിച്ച സമയത്ത് ഇവരുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഘടകങ്ങളൊന്നും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ധാരാളം കോഫി ബ്രാൻഡ്സ് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇറങ്ങിക്കഴിഞ്ഞു. നെസ്കഫിയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ സമയത്ത് അവർ ഗ്ലോബലി ഒന്ന് റീപൊസിഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ടോട്ടലായിട്ട് അവരുടെ തന്ത്രങ്ങൾ മാറ്റാനായിട്ട് തീരുമാനിച്ചു. അവർ ആ ഒരു തീരുമാനത്തിന് പേരിട്ടത് റെഡ് വെല്യൂഷൻ എന്നായിരുന്നു. റെവല്യൂഷൻ എന്നല്ല, റെഡ് വെല്യൂഷൻ എന്ന് പറയുന്ന പേരിൽ. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവരുടെ കോർ തീം എന്ന് പറയുന്നത് റെഡാണ് അല്ലേ. നെസ്കഫെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന മഗ്, അപ്പം എല്ലാ പരസ്യത്തിനകത്തും നെസ്കഫെ അതിലെ ആക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു മഗ്ഗിൻ്റെ കളർ റെഡാണ്. അവരുടെ ടോട്ടൽ തീം റെഡാണ്. ആ ഐഡൻറ്റിറ്റി അവർ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തീമിൽ മാറ്റം വരുത്താനായിട്ട് തുടങ്ങി. അതായത് നിങ്ങൾ ഏത് തീം കണ്ടു കഴിഞ്ഞാലും ആ ഐഡൻറ്റിറ്റി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത് നെസ്കഫയുടെ ആണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. അതായത് റെഡ് കളർ കോഫി ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെസ്കഫെ ആണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, റൈറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇതിനവർ മാസ്റ്റർ ബ്രാൻഡ് എന്നാണ് പറയുന്നത്. അതായത് മാസ്റ്റർ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തീംസിൽ അവർ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യും, പക്ഷേ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, ദാറ്റ് ഇസ് മാസ്റ്റർ ബ്രാൻഡ്. അവരുടെ മാസ്റ്റർ ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ നെസ്കഫെ എന്ന് പറയുന്ന പേരും നെസ്കഫയുടെ ആ ഒരു കളറും ആയിരുന്നു. ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാലും അത് തന്നെയാണ്. ബ്രാൻഡിങ്ങിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു തീം മാറ്റാനായിട്ട് കഴിയത്തില്ല. തീം ഇൻ ദ സെൻസ് ആ ഒരു ഐഡൻറ്റിറ്റി മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല. ഐഡൻറ്റിറ്റി എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം, പക്ഷേ നിങ്ങൾക്ക് തീം ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് തീം ചേഞ്ച് ചെയ്യാം. പലരും ചെയ്യുന്ന ഇതാണ്, റീബ്രാൻഡിങ് അല്ലെങ്കിൽ റീപൊസിഷനിങ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ അതിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അങ്ങ് മാറ്റിക്കളയും. ഇത്തരത്തിൽ ഓരോ, ഇപ്പോൾ ഇവർ 2010 മാറ്റി, 2014 അവർ മറ്റൊരു തീമിലേക്ക് മാറി, 2020 മാറി, 2021. സോ ഇത്തരത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും അവരുടെ ഐഡൻറ്റിറ്റി മാറ്റിയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരുടെ ബ്രാൻഡ് നിലനിൽക്കത്തില്ല അല്ലേ. സോ ഐഡൻറ്റിറ്റി അവിടെ സ്റ്റേബിളായിട്ട് വെച്ചുകൊണ്ട് അവരുടെ തീം ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഇതിനെയാണ് അവർ റെഡ് വെല്യൂഷൻ എന്ന് പറയുന്ന പേരിൽ വിളിച്ചത്. അവരുടെ പ്രശസ്തമായിട്ടുള്ള തീംസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലൊന്നാണ് കപ്പ് ഓഫ് റിസോൾവ് എന്ന് പറയുന്ന തീം. അവർ ഹാഷ്ടാഗിൽ അവർ പേരിട്ടുള്ളത് ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന പേരിലായിരുന്നു. #, ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്റ്റാമറിംഗ് ഉള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമീഡിയൻ്റെ കഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമീഡിയൻ. അപ്പോൾ പല സ്റ്റേജസിലും പരിഹാസ്യനാവുന്നു, ആൾക്കാർ ചിരിക്കുന്നില്ല. സോ ഇയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് നെസ്കഫെ ആണ് എന്ന രീതിയിലുള്ള വളരെ രസകരമായിട്ടുള്ളൊരു പരസ്യം. അപ്പോൾ ഇവർ കോഫീൻ്റെ ടേസ്റ്റിനൊന്നുമല്ല അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, അതായത് ഇത്തരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്കും വളരാൻ കഴിയും, ആ വളരുന്നതിലെ ഒരു ഭാഗമാകാനായിട്ട് നെസ്കഫേക്കും കഴിയും എന്നുള്ള രീതിയിലായിരുന്നു അവർ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന #കൂടി. 2014 സോഷ്യൽ മീഡിയ അത്രത്തോളം ഒന്നും വ്യാപിക്കാത്ത ഒരു സമയത്തായിരുന്നു ഈ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ടോപ്പ് 10 യൂട്യൂബ് ആഡ്സിൽ ഒന്നായിട്ട് ഈ ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 50,000 ഫേസ്ബുക്ക് ഷെയർസ് ഈ ഒരു ആഡിന് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അത് ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം സൃഷ്ടിച്ച ഒരു ആഡായിരുന്നു, ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു അത്. 2015 യുവാക്കൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു വിഷയവുമായി കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്യാമ്പയിൻസ് ആയിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്രിയേറ്റീവ് കരിയേഴ്സ് ഒന്നും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സമയമാണ് ഇപ്പോഴും, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാർട്ടൂണിസ്റ്റിനെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വിലയില്ല, ഒരു കലാകാരന് പലപ്പോഴും വിലയില്ല. അപ്പോൾ ഒരു കാർട്ടൂണിസ്റ്റ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഈ കാർട്ടൂണിസ്റ്റിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സംഭവം, ആ സംഭവത്തിന് കാരണമായത് ഈ നെസ്കഫെ. അതായത് സമൂഹത്തിൽ പലപ്പോഴും ആൾക്കാർ അധികം വില കൊടുക്കാത്ത ഒരു കരിയർ, ഒരു പാഷൻ, ആ പാഷനെ എങ്ങനെ മികച്ച ഒരു പ്രൊഫഷനാക്കി മാറ്റി എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആഡ്, അതിന് കാരണക്കാരനായത് ഈ നെസ്കഫെ. ഈ രീതിയിലായിരുന്നു അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഇഷ്യൂ അവർ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് ആരും പലപ്പോഴും ചിന്തിക്കാത്ത, ആരും പലപ്പോഴും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്ത, സംസാരിക്കാത്ത ഒരു വിഷയം, ആ വിഷയത്തെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇവർ ഇത്തരത്തിലുള്ള ആഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ സൊസൈറ്റിയിൽ ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. 2017 അവർ മറ്റൊരു റീപൊസിഷനിങ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, പഠിക്കാൻ വളരെ ആഗ്രഹമുള്ള സ്റ്റുഡൻസ്, ഓവർ സമയം ഇരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് ഫണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലേ, അവർ ആഘോഷിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് തിരിച്ചുകൊണ്ടുവരിക, പഠിക്കുക, വളരുക, ഒപ്പം തന്നെ ആഘോഷിക്കുക. അപ്പോൾ ഈ ഒരു തീമിനെ വെച്ചുകൊണ്ടായിരുന്നു അവരുടെ ക്യാമ്പയിനിങ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു റീപൊസിഷനിങ് ആയിരുന്നു അവർ ആ ഒരു സമയത്ത് 2017 സമയത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. 2020 ലോക്ക്ഡൗൺ സമയത്ത്
എഗെയിൻ അവർ ആ ഒരു സമയത്തെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളൊരു തീം, പാൻഡമിക് സിറ്റുവേഷൻ, വീട്ടിലിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പാൻഡമിക്കിന് ശേഷമുള്ള ലൈഫ്, ഒരു പ്രതീക്ഷ നൽകുക, ഇത്തരത്തിലുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കംപ്ലീറ്റ് മാർക്കറ്റിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തീമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഓൾ റീസ്റ്റാർട്ട്സ് വിത്ത് നെസ്കഫെ എന്ന് പറയുന്ന ആ ഒരു ക്യാപ്ഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് എഫേർട്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്ന കോണ്ടൻറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്തു. ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവർ മുന്നോട്ടേക്ക് വെച്ചു. ആൾക്കാരുടെ മനസ്സിൽ കയറാൻ സാധ്യതയുള്ള വിഷയങ്ങൾ അവർ അവതരിപ്പിച്ചു ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. അതുതന്നെയാണ് ഇവരുടെ മാർക്കറ്റിംഗ് ഇത്രത്തോളം വിജയിക്കാനായിട്ടുള്ള ആ ഒരു റീസൺ. ഇനി ഇവരുടെ പ്രോഡക്റ്റ് വേരിയൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ആൾക്കാരുടെ ടേസ്റ്റിലും വലിയ രീതിയിൽ മാറ്റം വരും, എസ്പെഷ്യലി ഇന്ത്യയിൽ. അപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ആ 3 സ്ഥലങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഫി പൗഡർ, ആൻഡ് സൗത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ കോഫി രീതിയിലുള്ള കോഫീസാണ്. അപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കോഫി. അപ്പോൾ അത്തരത്തിൽ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ട് അവർ കോഫിയുടെ ടേസ്റ്റിൽ മാറ്റം വരുത്താനായിട്ട് തുടങ്ങി. ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ അവർ ലോഞ്ച് ചെയ്തിരുന്നു. അതേപോലെ 2012 അവർ യൂത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്, കാരണം പലപ്പോഴും കാപ്പച്ചീനോ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുള്ള സമയമായിരുന്നു 2010 മുതലുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഈ കാപ്പച്ചീനോ, ഒപ്പം തന്നെ വാനില, ചോക്കോ മോച്ച തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിൽ അവർ കോഫി ഇറക്കാനായിട്ട് തുടങ്ങി. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻസ് അവർ ചെയ്യാനായിട്ട് തുടങ്ങി. 2010 അവർ ലിമിറ്റഡ് എഡിഷൻ നെസ്കഫെ സൺറൈസ് റിച്ച് മൗണ്ടൻ ബ്ലെൻഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോഫി അവർ ലോഞ്ച് ചെയ്തു. ആൻഡ് സൺറൈസ് റൈസ് അവർ 2012 ഇറക്കി. കുറച്ചുകൂടെ ആന്ധ്രാപ്രദേശിലെ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ 2016 സൺറൈസ് ഇൻസ്റ്റാ ഫിൽറ്റർ വിത്ത് ഡ്രൈ ഡെക്കേഷൻ ഗ്രാന്യൂൾസ് അവർ സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫിയുമായി കണക്ട് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലൊക്കേഷൻ, ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രോഡക്റ്റ് സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി, ഈ കോഫി മേക്കിങ്ങിൽ ഒരു ലീഡർ ആവാനായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് കോഫി വൈൻഡിങ് മെഷീൻസ് ഓഫീസസിലും ഒപ്പം തന്നെ കോളേജിലും ക്യാൻറ്റീൻസിലും എല്ലാം ഇവർ ഫിക്സ് ചെയ്യുകയുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് കോഫി കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെഷീൻസ്. അപ്പോൾ അതും ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ, ഒരു പ്രോഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ഇനി പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 രൂപയുടെ ചെറിയ സാഷേസ് നമുക്ക് കിട്ടും അല്ലേ, നെസ്കഫയുടെ ബ്രൂവിൻ്റെയും കിട്ടും, നെസ്കഫയുടെ എല്ലാം കിട്ടും. അപ്പോൾ 2 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല റേറ്റ് ഉള്ളതുമുണ്ട്. ഈ റേറ്റ് വേരി ചെയ്യുന്നത് ഇതിൻ്റെ പാക്കേജിനനുസരിച്ചിട്ടാണ്, ഇതിൻ്റെ പൗഡറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വേരിയൻസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ 2 രൂപയുടെ പാക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നെസ്കഫെ ഗോൾഡ് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള പൗഡേഴ്സ്, അതിന് കൂടുതൽ പ്രൈസാണ്. അപ്പോൾ പേപ്പർ പൗച്ചസ് ആണെങ്കിൽ അതിന് വേറെ പ്രൈസാണ്, കുപ്പിയുടെ കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ അതിന് വേറെ പ്രൈസാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വേരിയൻസിനനുസരിച്ചിട്ട് ഇവർ പ്രൈസിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് തുടങ്ങി. അതായത് ചെറിയ രീതിയിൽ അപ്പോൾ നമുക്ക് 2 രൂപയ്ക്ക് ഒരു കോഫി കിട്ടുകയും ചെയ്യും, ഒപ്പം തന്നെ 200 രൂപ 300 രൂപയ്ക്ക് നമുക്ക് കോഫി കിട്ടുകയും ചെയ്യും. സോ അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള പ്രൈസിങ്ങും ഇവർ ചെയ്യാനായിട്ട് തുടങ്ങി. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 2020-2021 ആ ഒരു സമയത്തിൽ ഇന്ത്യൻ കോഫി ബ്രാൻഡിൻ്റെ മാർക്കറ്റ് ഷെയർസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെസ്കഫയും ബ്രൂവും തന്നെയാണ് ഏറ്റവും മേജറായിട്ട് നിൽക്കുന്നത്. രണ്ടിനും ഏകദേശം 36% വെച്ചിട്ടാണ് അവരുടെ മാർക്കറ്റ് ഷെയർ ഉള്ളത്. രണ്ടും വലിയ രീതിയിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ അതിൽ നെസ്കഫയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ എത്ര നേരം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ സ്ട്രാറ്റജി മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ്, അതായത് ആൾക്കാർ സംസാരിക്കേണ്ട വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയും. ആൾക്കാരുടെ മനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പൊസിഷൻ, നിങ്ങളുടെ ബ്രാൻഡിന് ഒരു പൊസിഷൻ കൊടുക്കാനായിട്ടും നിങ്ങൾക്ക് കഴിയും. ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഒരു ഇമീഡിയറ്റ് സെയിൽസ് നടന്നൊന്നും വരത്തില്ല. പക്ഷേ ബ്രാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് സെയിൽസ് അല്ല, ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയാണ്. അപ്പോൾ ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് ഡെഫിനറ്റ്ലി ഈ നെസ്കഫയുടെ ഒരു സ്ട്രാറ്റജി അവർക്ക് സഹായകരമായിട്ടുണ്ട്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.